ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആര്യൻ അവിടെ കൂട്ടത്തോടെ ആക്രമണം നടക്കുന്നു. നമ്മുടെ അനുമോളുടെ പിന്നാലെ ആളുകൾ കൂടുന്നു. ഫ്രോഡെന്ന് വിളിക്കുന്നവരങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആര്യൻ നമ്മുടെ അനുമോളുടെ പിന്നാലെ നടന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് അനുമോളെ. ശരിക്കും അതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. കാര്യം എന്തെന്ന് വെച്ചാൽ തൊട്ട് തലേ ദിവസം പുള്ളിക്കാരൻ ചെയ്തത് എന്താണ്? പുള്ളിക്കാരൻ ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് ആദില നൂറയൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ പുള്ളി ചെന്നിട്ട് ടോയ്ലറ്റിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ ടോയ്ലറ്റിൽ ബിന്നിയാണ്, മറ്റേ ടോയ്ലറ്റിൽ അനുമോളാണെന്ന് പറയുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് എന്തൊക്കെ വൃത്തികേടുകളാണ് അവിടെ വെച്ച് കാട്ടിക്കൂട്ടിയെന്ന് വെച്ചാൽ പക്വതയില്ലാത്ത ചെറിയ കുട്ടികൾ കാട്ടിക്കൂട്ടുന്നതിനേക്കാളും കഷ്ടത്തിലുള്ള കാര്യമാണ്. മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് സ്മെല്ല് പോലെയൊക്കെ അഭിനയിച്ച് കാണിച്ചിട്ട് ബിന്നി ഡോക്ടർ പോവുകയാണെങ്കിൽ ബിന്നി ഡോക്ടറുടെ അപ്പിക്ക് സ്മെല്ലില്ല. പുള്ളിക്കാരത്തി പോവുകയാണെങ്കിൽ ടോയ്ലറ്റിൽ കയറാൻ കൊള്ളാം, ഹൈജീനിക്കിൻ്റെ ആളാണ്. ബിന്നി ഡോക്ടർ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് ക്ലീൻ ആയില്ലെങ്കിലും വെള്ളം ഒഴിക്കാനും പുള്ളിക്ക് മടിയില്ല. നേരെ മറിച്ച് അപ്പുറത്ത് അനുമോളുടെ അപ്പിക്ക് ഭയങ്കര സ്മെല്ലാണ്. അനുമോള് ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ആ ടോയ്ലറ്റിൽ പോവുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കരമായ രീതിയിൽ ഷോ ഓഫ് കാണിച്ച ഒരു പുള്ളി ദേ ഇപ്പോൾ അനുമോളുടെ പിന്നാലെ നടക്കുകയാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. ആര്യൻ്റെ ഗെയിമൊക്കെ എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ശരിക്കും ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പം ഇത് ശരിക്കും ആദ്യ സമയങ്ങളിൽ ബിഗ് ബോസിലേക്ക് വന്ന ആര്യനാണോ ഇപ്പോൾ ഉള്ളതെന്ന് പോലും തോന്നിപ്പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ ഗെയിമൊക്കെ എങ്ങോട്ട് പോയി എന്ന് അറിയാൻ പറ്റുന്നില്ല. ആര്യൻ എന്താണ് പറ്റുന്നതെന്ന് അറിയില്ല. ചിലരൊക്കെ ആര്യന് ഹൈപ്പർ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അതേക്കുറിച്ച് കൃത്യമായിട്ടൊന്നും നമുക്കറിയില്ല. നമ്മളൊന്നും അതേക്കുറിച്ച് പറയാനുള്ള ആളുമല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ആര്യൻ്റെ ഗെയിമൊക്കെ എന്താണെന്ന് അറിയുന്നില്ല. കൂടെ പുള്ളിക്കാരൻ ഇപ്പോൾ അരി എത്രയെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ പയറഞ്ഞഴി എന്ന് പറയുന്നു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാം നല്ല രീതിയിൽ വരട്ടെ, അല്ലാണ്ട് എന്താ പറയുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായിട്ട് വരാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.